ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാ ശിവൻ. 17/4/2025 വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട പൂർണ്ണമായിട്ടും 60 നാഴികയുണ്ട്. അതായത് വെളുപ്പിന് 12 മണി വരെയാണ് തൃക്കേട്ട നക്ഷത്രമുള്ളത്. തൃക്കേട്ട നക്ഷത്രം ഒരു ഊന്നാളല്ല. മംഗളകർമ്മങ്ങൾക്ക് ഒന്നും തന്നെ ഇതെടുക്കാറില്ല. ഗണ്ടാന്ത ദോഷമുള്ളൊരു നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രം. അവസാനം 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ബുധനാണ്. ബുധൻ 17 വർഷമാണുള്ളത്. ജനിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബുധദശ എത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം. ഇങ്ങനെയാണ് ദശാകാലങ്ങളുള്ളത്. തൃക്കേട്ട നക്ഷത്രത്തിന് മരണം സംഭവിച്ചാൽ പിണ്ടനൂൽ ദോഷമുണ്ട്. പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ വർഷത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ മേഖലയിൽ ഉയർച്ച, ഉദ്യോഗ കയറ്റം, പൊതുരംഗത്ത് അംഗീകാരം, പേര്, പ്രശസ്തി, സഹോദര സ്ഥാനീയരിൽ നിന്നും നല്ല രീതിയിലുള്ള സഹായ സഹകരണം, സാധിച്ചെടുക്കാൻ വിഷമം തോന്നുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പണമിടപാടിൽ കൃത്യത പാലിക്കുക. വീട് പണി പൂർത്തീകരിക്കും. കലാരംഗത്ത് പുരോഗതി കാണുന്നുണ്ട്. അകന്നു നിന്ന ബന്ധുക്കൾ ഒന്നിച്ചു കൂടാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. ദൂരയാത്ര വേണ്ടിവരും. പ്രേമ സാഫല്യം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ നടത്തുവാനോ നടത്തിക്കൊടുക്കുവാനോ യോഗം കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് തടസ്സം കാണുന്നു. വിദേശത്തുള്ള പഠനത്തിന് തടസ്സം കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ വീടുകളിൽ നിന്ന് ധനസഹായം കിട്ടാൻ യോഗം കാണുന്നുണ്ട്. അപകീർത്തിക്കും മാനഹാനിക്കും ഇടയുള്ളൊരു കാലഘട്ടം കൂടിയാണ്. വളരെ ശ്രദ്ധ വേണം. പിതാവിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന്, നിങ്ങളുടെ ദശാകാലം എന്താണെന്ന്, ഇപ്പോഴത്തെ ഗുണദോഷങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇടുക. മറുപടി തരുന്നതായിരിക്കും. അതിനുള്ള പരിഹാര മാർഗങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലം പൂർണ്ണമായും കാണണം. ഓക്കെ.